നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തിനാ വേണമെങ്കിൽ ഇതിനെ തന്നെ അങ്ങ് പറഞ്ഞു വിട്ടുതരാം. എല്ലാം ജ്യോതിർമയുടെ ഭാഗ്യം എന്ത് പറയാൻ. മാസത്തിൽ ഒരിക്കലെങ്കിലും എനിക്കിവിടെ തരണേ. എല്ലാം ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ. തുടങ്ങിക്കോ. മാഡം, ഞാൻ നിലത്തിരുന്ന് മെസ്സേജ് ചെയ്ത് തരാം. മാഡം കാലൊന്ന് ഉയർത്തി ഇതിലോട്ടൊന്ന് വെക്കോ? ആ, നീ തന്നെ കാലെടുത്ത് സ്റ്റൂളിലേക്ക് വെച്ചാ മതി. മാഡം, മെസ്സേജ് തുടങ്ങട്ടെ? തുടങ്ങ്, വേഗാവട്ടെ. അല്ല, നിങ്ങളെല്ലാവരും ഈ ദിവസം എൻജോയ് ചെയ്യാനല്ലേ ഇങ്ങോട്ട് വന്നത്? എന്നിട്ടിങ്ങനെ വെറുതെ ചീട്ടും കളിച്ചിരുന്നാ മതിയോ? ഒരു വൈബൊക്കെ വേണ്ടേ? വൈബോ? എന്ത് വൈബ്? അല്ല, ചീട്ടുകളിയൊക്കെ ഒരു വഴിക്ക് നടന്നോട്ടെ. അതിന്റെ ഇടയിൽ ടിവിയിൽ ഒരു സിനിമയോ പാട്ടോ എന്തെങ്കിലും ഒന്ന് നടന്നാ ഈ മൊത്തത്തിലുള്ള മൂഡൊന്ന് ചേഞ്ച് ആയേനെ. സിനിമയും പാട്ടൊന്നും വേണ്ട. അയ്യോ, അങ്ങനെയല്ല മാഡം. ഏറ്റവും പുതിയ സിനിമ വരെ എന്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. റിലീസായ എല്ലാ പടങ്ങളും ഞങ്ങൾ കണ്ടതാ. അയ്യോ, നിങ്ങളൊക്കെ കണ്ടതേ തിയേറ്റർ വേർഷനാ. എന്റെ കയ്യിലുള്ളത് ഡയറക്ടർ വേർഷനാ. ഷൂട്ട് ചെയ്ത എല്ലാ സീൻസും അതിലുണ്ടാവും. അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ? പിന്നെ എങ്കിലതൊന്ന് കാണണമല്ലോ. അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ ഇട്ടുതരാം. അല്ല, ഈ കളി നടന്നോട്ടെ. സിനിമ ഇടുന്നെങ്കിൽ വേഗം ഇടടി. ഇടുകയാണ് മാഡം. ഈ സിനിമ ഞാൻ ഇടുന്നത് തന്നെ മാഡത്തിന് വേണ്ടിയാ. അതെ, ഇത്രയും നേരം അമ്മ കഥ അറിയാതെ ആട്ടം കാണുമായിരുന്നല്ലോ. ഇനിയിപ്പൊ കഥ എന്താണെന്ന് ഈ TV കാണുമ്പോ മനസ്സിലാവും. മൂന്നെണ്ണത്തിന്റെയും കാര്യം പറയാതിരിക്കുന്നതാ നല്ലത്. ഈ മീനാക്ഷിയില്ലേ, അവളുടെ മോള് വീട്ടിലെ ഡ്രൈവറിന്റെ കൂടെയാ ഒളിച്ചോടി പോയത്. എന്താ ജ്യോതിർമയി ഇത്? ചെടി, അത് നിർത്ത്. ഓഫ് ചെയ്യാൻ. നിർത്തൊന്നും വേണ്ട, ബാക്കിയും കൂടി പ്ലേ ചെയ്യുമോളെ. ഇനിയില്ലേ? ഉണ്ട്, ഞാൻ ഇപ്പോഴും പ്ലേ ചെയ്തോണ്ടിരിക്കല്ലേ. ലോകം ചുറ്റി നടന്നു. വേണ്ട, ഡ്രൈവറെയും കണ്ടുപിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോ വീട്ടിലെ വേലക്കാരിയുമില്ല ഭർത്താവുമില്ല. അവര് വേറെ താമസം തുടങ്ങി. അതിലാ വന്ദനയില്ലേ, അവളുടെ കാര്യം പറഞ്ഞ ചിരിച്ച് ചിരിച്ച് മണ്ണ് വെപ്പും. സാരി ഭ്രാന്ത അവക്ക്. കാണിക്കുന്ന ജാടയല്ലാതെ വീട്ടിൽ വേണ്ടത്ര ധനസ്ഥിതി ഒന്നും ഇല്ലെന്നേ. ആന്റി, ആ മൂന്നാമത്തെ ആളില്ലേ, എന്താണ് രേവതി? ആ രേവതി എന്തേലും വല്ല പണി ഒപ്പിച്ചതാണോ? രേവതിയുടെ ക്യാരക്ടറേ ശരി. ഭർത്താവ് ഉണ്ടായിരുന്നപ്പോ തന്നെ അവക്കൊരു അഫയർ ഉണ്ടായിരുന്നു, ഒരു ജ്വല്ലറി ഉടമ. സത്യത്തിൽ ഇതായിരുന്നു നിങ്ങൾ വരുന്നതിന് മുൻപ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഈ പ്രസിഡന്റ് എനിക്ക് തന്ന ആമുഖം. എങ്ങനെയുണ്ട്? ഫ്രണ്ട് എന്ന് പറഞ്ഞാ ദേ ഇങ്ങനെ വേണം. അതിഥിയായി വരുന്ന വീട്ടിലെ ആൾക്കാരോട് തന്നെ അഡ്വാൻസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. എന്താ ഉഗ്രം പരിപാടിയല്ലേ? എന്താ ജ്യോതി ഇത്? ഈ കാണിച്ചത് മര്യാദ കെട്ട പരിപാടിയായിപ്പോയി. മീനാക്ഷി, അത് പിന്നെ ഒന്നും പറയണ്ട. നീ നിന്നെയൊക്കെ ഫ്രണ്ടെന്നും പറഞ്ഞു കൊണ്ട് നടക്കുന്ന ഞങ്ങളെ വേണം തല്ലാൻ. ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് ഇതിനു വേണ്ടിയായിരുന്നോ? വലിയ സ്നേഹം നടിച്ച് കൂടെ നടന്നിട്ട് പിന്നിൽ നിന്ന് കുത്തുന്ന പരിപാടിയായിപ്പോയത്. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക. ഞങ്ങൾ കണ്ടതിൽ കൂടുതലൊന്നും അല്ലല്ലോ നീ ഇനി പറയാൻ പോകുന്നത്. നിന്നെ ക്ലബിന്റെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടതാ. അതിന്റെ നന്ദിയെങ്കിലും കാണിച്ചൂടായിരുന്നോ? ഇതുപോലെ ആരോടൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും ഈ വൃത്തികെട്ടവള്. ആന്റിമാരെ, ഇത് ഈ നിധിയൊപ്പിച്ച എന്തോ പണിയാ. ജ്യോതി ആന്റി നല്ലവളാ. നല്ലവളുടെ സ്വഭാവമാണല്ലോ ഇപ്പൊ കണ്ടത്.
ഇവളുടെ വക്കാലത്ത് പിടിക്കാൻ വരുന്ന നീയും ഈ തരം തന്നെ ആയിരിക്കും. മിണ്ടി പോരുത് നീ. അയ്യോ ഞാൻ ഇനി മേലിൽ നീ ഞങ്ങളുടെ കൺമുമ്പിൽ പോലും വന്നു പോകരുത്. ഒരു വലിയ പ്രസിഡന്റ് വന്നിരിക്കുന്നു. കൂടെ നടന്നവർക്കിട്ട് തന്നെ പണിഞ്ഞോളണം. ഈ നിധി വിചാരിച്ചതുകൊണ്ട് സത്യങ്ങൾ അറിഞ്ഞു. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇവളെയും താങ്ങിക്കൊണ്ട് നടന്നേനെ. ഒരുപാട് നന്ദിയുണ്ട് നിധി. അയ്യോ, നന്ദിയൊന്നും പറയണ്ട മാഡം, ഇതൊക്കെ എന്റെ കടമയല്ലേ. സത്യത്തില് ഞാൻ ഈ വീഡിയോ ഒന്നും കാണിക്കില്ലായിരുന്നു. പക്ഷേ നിങ്ങളെയൊക്കെ കണ്ടപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നല്ല തറവാട്ടി പറഞ്ഞവരാണെന്ന്, അന്തസ്സുള്ളവരാണെന്ന്. അങ്ങനെയുള്ള നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞപ്പോ മറച്ചു വെക്കുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയില്ല. സോറി നിധി. നിധി ഞങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിച്ചു. സോറി നിധി. ഇനി ഇവള് നിന്നെ ഈ വീട്ടിലിട്ട് ഉപദ്രവിച്ചാൽ ഞങ്ങളെ ഒന്ന് വിളിച്ച് പറഞ്ഞാ മതി. ഇവളെ എന്താ ചെയ്യണ്ടേന്ന് ഞങ്ങൾക്കറിയാം. ഇനി നീ ക്ലബിലേക്ക് വാ, അവിടെ വെച്ച് കാണിച്ചു തരാം ഞങ്ങൾ ആരാണെന്ന്. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി, നീ ചെവി നുള്ളിക്കോ. ആന്റി, ദൈവമേ, എന്നെ പുലിമടയിലിട്ടിട്ട് ആന്റി അങ്ങ് എസ്കേപ്പ് ആയല്ലോ. ഞാനും എസ്കേപ്പ് ചെയ്യുന്നതാ ബുദ്ധി. മോളെ കോടിക്കായി നീ മിടിക്കുക. നീയാണടി എന്റെ മരുമോള്. ജ്യോതിർമയ്ക്ക് ഇതിലും വലിയൊരു പണി കൊടുക്കാനില്ല.